സോ നമ്മ ഇന്നുള്ളത് ലുലുവിലാണ്. ലുലുവിൽ നമ്മൾ ആക്ച്വലി കുറച്ച് കേക്കൊക്കെ ഒന്ന് കാണാന്നോർത്ത് വന്നതാണ്. സോ ഓരോ കേക്കുകൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി, ഓരോ വെറൈറ്റി കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. അതിന്റെ അടിയിൽ താഴെ എന്റെ ഫേവറേറ്റ് കുനാഫ മിക്സ് ചെയ്ത് എന്താ സംഭവം, കുനാഫയുടെ ലബാനല്ലേ, ലബാനോ എന്തെങ്കിലും പറയാം അതിനൊക്കെ. സോ അതാണ് താഴെ കാണുന്നത്. നല്ല വെറൈറ്റി കേക്ക്സ് ഒക്കെ ആയിരുന്നു. പിന്നെന്താ 7 ടോട്ടോയോ അതൊക്കെയായിരുന്നു. ആക്ച്വലി ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്, നമ്മുടെ ഡോറാമയുടെ. സോ അതാണ് ഹാപ്പി ബർത്ത്ഡേ ഡോറാമ എന്നുള്ളൊരു എഴുതിയിട്ട് നമ്മൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് ഫ്രിക്കീസ്. ഇറ്റ്സ് മീ കിരൺ. ഇറ്റ്സ് മീ രേഷ്മ. സോ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു ഔട്ടിങ്, ചെറിയൊരു കേക്ക് കട്ടിങ്. അധികമൊന്നുമില്ല, നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡോറാമ, ഹാപ്പി ബർത്ത്ഡേ ടു യു, may God bless you dear and keep you for years to celebrate your birthday, happy birthday to you. സോ നമ്മ വീണ്ടും അക്കരാൻകോയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഡിന്നർ നമ്മൾ ഇവിടെയാണ് ആക്കിയത്. മമ്മിക്ക് ഫേവറേറ്റ് ആണ് ആക്ച്വലി. ഇവിടെ ഡക്കൊക്കെ കിട്ടുന്നുണ്ട്. മമ്മിയുടെ സാധാരണ മമ്മി പുറത്തൊന്നും പോയി അങ്ങനെ ഫുഡ് കഴിക്കാത്തതാണ്. പക്ഷെ നല്ല ഡക്ക് കറി കിട്ടുന്ന കാരണം മമ്മിക്ക് ഇവിടെ മതിയെന്നുള്ള ഇത് പറഞ്ഞു. അതുമല്ല, സ്പൈസി അല്ല, നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ് ഇവര് പ്രസന്റ് ചെയ്യുന്നത്. ഇവർക്ക് നല്ല മെനൂസ് അധികം ഇല്ലെങ്കിലും അവര് ഉള്ള മെനൂസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ട് അവര് ചെയ്യുന്നുണ്ട്. സോ നമ്മള് വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കാണ് ആക്ച്വലി. ഞങ്ങള് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയത്. നമ്മുടെ ജെർമിക്കോട്ടൻ തൊട്ടപ്പുറത്ത് കാറിലുണ്ട്. അതിപ്പോ കുറച്ച് കഴിയുമ്പോ കാണിച്ചതാണ്ട, തലമൊക്കെ നോക്കണ്ട, അത് തന്നെ അവൻ അവിടെ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഒരു പെറ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ തന്നെ ഇരുന്ന് കഴിക്കാം. അത് കാരണം അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇവര് തന്നെ പ്ലേറ്റ്സ് മറ്റേ ഇതൊക്കെ നല്ല ഒരു എന്താണ് നാച്ചുറൽ ആയിട്ട് അങ്ങനെ പാഴ വെച്ചിട്ടാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ്. അതൊന്നും ഡിസ്പോസിബിൾ ആണ്. അതാണ് പ്ലാസ്റ്റിക്സ് ഒന്നും ഇവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് അത് നല്ലതായിരുന്നു. ഞങ്ങള് ഓർഡർ ചെയ്തത് വെള്ളയപ്പം വാങ്ങിച്ചു, ഞാനും മമ്മിയും പപ്പയും. ഒട്ടിന് വെള്ളയപ്പം താല്പര്യമില്ലാത്ത കാരണം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ താറാവ് റോസ്റ്റ്, ക്യൂട്ട് സാധനം കേട്ടോ. അങ്ങനത്തെ കുരുമുളക് ഇട്ട് ഒരു എന്താണ് ഗ്രീൻ കളറിൽ, എന്താ ടേസ്റ്റ് ആയിരുന്നു അറിയോ. അത് അവിടെ പറഞ്ഞ മനസ്സിലാകുന്നില്ല. ഞാൻ മേടിച്ചത് ചിക്കൻ കറി, ആലപ്പി ചിക്കൻ കറി ആയാലും അതും നല്ല കുരുമുളക് ഇട്ട് തേങ്ങ അരിച്ച് ഏകദേശം ചിക്കൻ മറ്റേ ഡക്കിന്റെ പോലൊക്കെ തന്നെ. പക്ഷെ എന്നാലും ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല കിടു സാധനം, നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു, നല്ലതാണ്. പിന്നെ പപ്പ ഓർഡർ ചെയ്തത് മറ്റേ പപ്പയ്ക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞിട്ട് പപ്പക്ക് ബീഫ് ഫ്രൈ വാങ്ങിച്ചു കൊടുത്തു. കാരണം അത് പക്ഷെ ബീഫ് ഫ്രൈ ആണെങ്കിലും നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു. അതിന്റെ മുകളിൽ കുറച്ച് സലാഡ്സും കൂടെ തന്നു. കിടു സാധനമായിരുന്നു കേട്ടോ. കുറച്ച് വിനാഗിരിട്ട് ആണെങ്കിലും എന്റെ ഫേവറേറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാഡും ബീഫ് ഫ്രൈയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അത് നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ ഡക്ക് റോസ്റ്റ് മമ്മി എനിക്ക് തരൂല എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഡക്ക് റോസ്റ്റ് വാങ്ങിയിട്ട് വന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് തല്ല് കൊടുത്ത് വരുന്നു രണ്ടുപേരും കൂടി. എനിക്ക് ഡക്ക് തന്നില്ല. അവിടെ എല്ലാ ഡക്കും മമ്മി എടുത്തിട്ടുണ്ട്. മമ്മിക്ക് ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ മമ്മീനെ എല്ലാം തട്ടി. സോ അതാണ് ഞാനൊരു എക്സ്ട്രാ ഒരു ഡക്കും കൂടെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഒരു രക്ഷയില്ല, കിടു സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ മോൾട്ടൻ കുറെ നേരം വെയിറ്റ് ചെയ്ത്. ആക്ച്വലി പത്തിരിയാണ് പറഞ്ഞത്. അതെ, പത്തിരി. അപ്പൊ തിരക്കായിരുന്നോണ്ട് ഇച്ചിരി ഡിലേ ഉണ്ട്. കാരണം ഓർഡർ നല്ല പാർസലും പോകുന്നുണ്ട്, നല്ലോണം ആൾക്കാര് വന്നിട്ടുണ്ട്. സോ ഞങ്ങള് കഴിച്ചു തുടങ്ങിയിട്ടും ആൾക്ക് പത്തിരി എത്തിയില്ല. പക്ഷെ കാരണം വേറെ ഒന്നുമല്ല, ടേസ്റ്റ് ഉണ്ട്. ആ ഫ്രണ്ട് സ്മെല്ലൊക്കെ വന്നിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റണല്ലായിരുന്നു. കാരണം ഞങ്ങൾ നല്ല ചൂടപ്പമായിരുന്നു. അപ്പോഴത്തേക്കും പത്തിരിയും ചൂട് പത്തിരി ആയിരുന്നല്ലോ വന്നത്. അപ്പൊ അതും നല്ല ഒരു ഇതായിട്ട്, അതും ചിക്കൻ റോസ്റ്റും കൂടെ നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ റോസ്റ്റ് അല്ലേ, ചിക്കൻ റോസ്റ്റ്, ആലപ്പി ചിക്കൻ കറി, ചിക്കൻ കറിയാ വെറുതെ കുൽപ്പാമിയ. അപ്പൊ അതും കിടു ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു.
ആക്ച്വലി ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡിനെ പറ്റി പറഞ്ഞിട്ടാണ്. ആക്ച്വലി വേറൊന്നുമല്ല, അത്രക്കും നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ടാണ്. സോ ഞാൻ എല്ലാവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ മാത്രം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എനിക്ക് പിന്നെയും വിശപ്പ് മാറിയില്ലായിരുന്നു. അപ്പൊ ഒരു ബീഫും കൂടി കഴിക്കാൻ വേണ്ടിട്ട് അപ്പത്തേക്കും എന്താ ചോദിക്കുക, ഇതാണ് മമ്മി കഴിച്ച ബാക്കിയുള്ള എല്ലാ മമ്മിക്ക് എല്ലാം കൂടി കൊടുത്തിട്ട് വെച്ചിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ ജെർമിക്കുട്ടനെ കഴിക്കാൻ വേണ്ടി വെച്ച് മാറ്റിയേക്കണേണ്. സോ അത് കാരണം എല്ലാം ഞങ്ങൾ കഴിച്ചതിന്റെ ഇതൊക്കെ അവനും കുറച്ച് പങ്ക് കൊടുക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറ്റി കൊടുത്തതാണ്. സോ അപ്പോഴത്തേക്കും എനിക്ക് അപ്പോ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ജെർമിക്കുട്ടൻ ഫുഡ് കൊടുക്കാനുള്ള പ്ലാനാണ്. പക്ഷെ മമ്മി കൊടുക്കാനാണ് നോക്കിയത്. പക്ഷെ ഒരു രക്ഷയില്ല, മമ്മി കൊടുത്ത ഒരു സാധനം അവൻ കഴിച്ചില്ല. മുഖം മാറ്റി അങ്ങോട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ആളാണ് മമ്മി ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ. കാരണം മമ്മി കൊടുക്കാൻ ആള് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പപ്പ കൊടുക്കാനാണെങ്കിൽ രക്ഷയില്ല. അപ്പന്റെ ഫേവറേറ്റ് ആണ് വാരി കൊടുക്കണം. അത് വെറുതെ കഴിക്കൂല, ആരെങ്കിലും വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അതാണ് മമ്മിക്ക് താല്പര്യമില്ലാത്ത അതുകൊണ്ടാണ്. മമ്മി ഫുഡ് വാരിയൊന്നും കൊടുക്കൂല, വേണമെങ്കിൽ നിന്നിട്ട് പോടാന്ന് പറഞ്ഞ ഇതിലാണ്. പക്ഷെ പപ്പ അങ്ങനെയല്ല, ഒരു പിള്ളേരെ എങ്ങനെയാണ് കെയർ ചെയ്യണത്. ഞങ്ങളുടെ ജെർമിക്കുട്ടന്റെ അഭിമാനിയാണ്, പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കാറില്ല. ഇത് പിന്നെ ഞാനും ഉണ്ടായിരുന്നില്ല മമ്മി കൊടുത്തപ്പോ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെ രാത്രി വന്നിരിക്കണം, എന്ത് രസം. ചൂടുമില്ല, നല്ല കൊതുകുണ്ടായില്ല, ഇളം കാറ്റ്, നല്ല രസമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ വേറൊരു സ്പേസും ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ എപ്പോഴും ഷൂട്ട് ചെയ്യാൻ പോണ അവിടെയാണ്. അതും ഞാൻ കുറച്ച് കഴിയുമ്പോ കാണിച്ചു തരാം. ഞാൻ അൺബോക്സിംഗ് ഒക്കെ നടത്തുന്ന ആ ഏരിയയിലാണ്, ബിക്കോസ് സൈലന്റ് ഏരിയ ആണ്. ഞങ്ങളെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് ഓർത്തു. കാരണം രണ്ടുപേരുള്ളതില്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ ആംബിയൻസ് എല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്യണത് ഇവിടെയാണ്. ഞങ്ങൾ പ്രൊഡക്ട്സ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഇവിടെ നല്ല രസമാണ് ഇരിക്കാനായിട്ട്. ആക്ച്വലി പുതിയ ബോട്ട് ജെട്ടിയാണ്, ഇതുവരെ ബോട്ട് പോകുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. പോകുന്നുണ്ടല്ലേ. സോ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാറുള്ളത്. നല്ല കാം ആൻഡ് ക്വയറ്റുള്ള സ്പേസ് ആണ്, അതാണ് നല്ല ആംബിയൻസ് ആണ്, നല്ല ലൈറ്റിംഗ് ഒക്കെ കിട്ടണ നമുക്കൊരു സ്ഥലമാണ്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ബർത്ത്ഡേ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ എറണാകുളമൊക്കെ ഒന്ന് കറങ്ങി. ഞങ്ങൾ എറണാകുളം മൊത്തം ചുറ്റിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മള് തേവരേന്ന് കളമശ്ശേരി, അവിടുന്ന് കണ്ടെയ്നർ റോഡ്, അവിടുന്ന് ചുറ്റി ബോൾഗാട്ടി, അവിടുന്ന് നേരെ നമ്മുടെ വീട്ടിൽ പച്ചാലെത്തി. അപ്പയും മമ്മിയും അൺലോഡ് ചെയ്ത് ഞങ്ങള് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഔട്ട് കൊടുക്കാൻ മറന്നുപോയത്, ഓർത്തത്. അങ്ങനെയാണ് ഞങ്ങളിപ്പോ ഇത് എടുക്കുന്നത്. ഞങ്ങളിപ്പോ ഏകദേശം ഒരു 10:45 ആയി രാത്രി എത്തിയത്. ഞങ്ങൾ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തത് തേവരയില്, ഫെറിയുടെ അവിടെ കാറ്റും കൊണ്ടൊക്കെ ഇരുന്ന്. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. നല്ല ഫുഡ് തന്നെയാണ്, ഒന്നും കൂടി നന്നായി എന്ന് പറയാനാണെങ്കിൽ. അതെ, നല്ല തിരക്കുമാണ്. പക്ഷെ ഇത് ഷോപ്പ് അക്കര ആൻഡ് കോ ആണ് വീണ്ടും എടുത്തേക്കണത്, തേവര ഫെറിയുടെ അവിടെ. നല്ല കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് അവര് നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായി നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാ തന്നത്. അതാണ് ഞാൻ രണ്ടാമത് ഞങ്ങള് ആ വീഡിയോയുടെയും ലിങ്ക് ഇട്ടേക്കാം. അതെ, അപ്പോ ഫുഡിനെ പറ്റി പറയാനൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. നല്ല ഫുഡായിരുന്നു. നിങ്ങളും ഇവിടെ വന്ന് കഴിക്കുക, നല്ലതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറെ പേര് ദൂരത്തുനിന്ന് വരുന്നുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആൾക്കാരെ നമ്മൾ കണ്ടുകൂട്ടിയായിരുന്നു. അപ്പൊ അവരും കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇത്രയും ദൂരത്തുനിന്ന്. സോ നമ്മുടെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye. Bye bye.